കേരളം മറ്റൊരു ചരിത്രപരമായ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കണ്ണു തുറക്കുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേവലം ഒരു ഭരണമാറ്റത്തിന്റെ വേദിയല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ കോട്ടകളുടെ തകർച്ചയോ അതോ പുതിയൊരു അധികാര തുടർച്ചയുടെ വിളംബരമോ ആകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ LDF ലഭിച്ച തുടർച്ചയായ രണ്ടാം ഭരണം ഒരു അത്ഭുതമായിരുന്നുവെങ്കിൽ മൂന്നാം തവണയും ചുവപ്പം കൊടി പാറിക്കാൻ പിണറായി വിജയനും സംഘവും ഒരുങ്ങുമ്പോൾ അത് തടയാൻ UDF പറ്റുന്നത് സമാനതകളില്ലാത്ത തന്ത്രങ്ങളൊക്കെയാണ്. രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇടതുമുന്നണിയുടെ ഉരുക്കുകോട്ടകളായ 51 മണ്ഡലങ്ങളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞാൽ മാത്രമേ UDFന് ഭരണത്തിന്റെ പടവുകൾ കയറാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായി പറഞ്ഞാൽ 2011, 2016, 2021 വർഷങ്ങളിൽ LDFനെ കൈവിടാത്ത ഈ 51 മണ്ഡലങ്ങളാണ് വരാനിരിക്കുന്ന പോരാട്ടത്തിന്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്നത്. ഇതിൽ കുറഞ്ഞത് 24 സീറ്റിലെങ്കിലും ഇടതുപക്ഷത്ത് നിന്ന് പിടിച്ചെടുക്കാൻ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിൽ ഭരണമാറ്റം സുനിശ്ചിതമാകും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPMന് വലിയ മുൻതൂക്കമുള്ള ഈ പട്ടികയിൽ അട്ടിമറികൾ സംഭവിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത്. വിന്നിൻ റെക്കോർഡ് പരിശോധിച്ചാൽ CPMന് 39 സീറ്റുകളിലും CPIക്ക് 12 സീറ്റുകളിലുമാണ് തുടർച്ചയായി 3 വിജയങ്ങളുടെ കരുത്തുള്ളത്. വടക്കേറ്റത്തെ ഉദുമ മുതൽ തെക്കേറ്റത്തെ നെയ്യാറ്റിങ്കര വരെ നീളുന്ന ഈ LDF കേന്ദ്രങ്ങളിൽ പകുതിയോളം തിരിച്ചു പിടിക്കുക എന്നുള്ളത് UDFന് മുന്നിലുള്ള വലിയ ഹിമാലയൻ വെല്ലുവിളി കൂടിയാണ്. കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, അതുപോലെ പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ തങ്ങളുടെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ UDFന് കാര്യങ്ങൾ അനുകൂലമായി ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുമ്പോഴും ഈ മണ്ഡലങ്ങളിലെ വോട്ട് വീതം പോരാതെ നോക്കാൻ അല്ലെങ്കിൽ ചോർന്നു പോകാതെ നോക്കാൻ CPM പറ്റുന്ന തന്ത്രങ്ങളൊന്നും ചെറുതൊന്നുമല്ല. താഴെത്തട്ടിലുള്ള പാർട്ടി സംവിധാനങ്ങളും കേഡർമാരുടെ പ്രവർത്തനവും ഈ 51 സീറ്റുകളുടെ ഒരു കോട്ട പോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഉദുമ, തൃക്കരിപ്പൂർ, അതുപോലെ തന്നെ പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ധർമ്മടം, തലശ്ശേരി, മട്ടന്നൂർ തുടങ്ങിയ കണ്ണൂരിലെയും കാസർകോട്ടെയും മണ്ഡലങ്ങൾ CPMന്റെ ജീവവായു കൂടിയാണ്. അതുപോലെ തന്നെ കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന ഭൂരിപക്ഷം മറികടക്കുക എന്നുള്ളത് UDFന് അസാധ്യമായ കാര്യമായി പലപ്പോഴും മാറാറുമുണ്ട്. മലബാറിലെ ഈ കരുത്ത് തെക്കോട്ട് പോരുമ്പോൾ പൊന്നാനി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ, തരൂര്, നെർമാറ, അതുപോലെ തന്നെ ആലത്തൂർ എന്നിവിടങ്ങളിലും പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും CPM പടയോട്ടം തുടരുന്നത് ചേലക്കര, അതുപോലെ കുന്നംകുളം, ഗുരുവായൂർ, പുതുക്കാട്, വൈപ്പിൻ, ദേവികുളം, ഉടുമ്പൻചോല എന്നീ മണ്ഡലങ്ങളിലൂടെയാണ്. ഇവിടെയൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പലപ്പോഴും മികച്ച പോരാട്ടം കാഴ്ചവെക്കാറുണ്ടെങ്കിലും വിജയതീരത്തെത്താൻ അവർക്ക് സാധിക്കാറില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തോടെ കോട്ടയത്തെയും ഇടുക്കിയിലെയും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയതും UDFന് തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റുമാനൂർ, അരൂർ, ആലപ്പുഴ, അമ്പലപ്പുഴ, കായംകുളം, മാവേലിക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലും LDF ആധിപത്യം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ കൊട്ടാരക്കര, കൊല്ലം, ആറ്റിങ്ങൽ, വാമനപുരം, നെയ്യാറ്റിങ്കര എന്നിവിടങ്ങളിൽ CPM വലിയ വെല്ലുവിളികളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ അത് ജയിച്ചു കയറിയതും അങ്ങനെയൊക്കെ തന്നെയാണ്. CPIയുടെ പക്കലുള്ള കാഞ്ഞങ്ങാട്, നാദാപുരം, നാട്ടിക, അതുപോലെ തന്നെ കയ്പമംഗലം, പീരുമേട്, വൈക്കം, ചേർത്തല, അടൂർ, അതുപോലെ പുനലൂര്, ചടയമംഗലം, ചാത്തന്നൂർ, ചിറയൻകീഴ് എന്നീ 12 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് സുരക്ഷാ കവചങ്ങൾ തന്നെയാണ്. ഇവിടെയൊക്കെ വിള്ളൽ വീഴ്ത്തുക എന്നുള്ളത് UDF നേതൃത്വത്തിന് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്ന ദൗത്യം കൂടിയാണ്. പ്രത്യേകിച്ച് CPI മണ്ഡലങ്ങളിൽ പലതും കൃത്യമായ കേഡർ വോട്ടുകളാൽ സുരക്ഷിതവുമാണ്. എങ്കിലും ചരിത്രത്തിൽ ചില അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് UDFന് പ്രതീക്ഷ നൽകുന്നതാണ്. 2012 നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിൽ CPM MLA ആയിരുന്ന സെൽവരാജ് രാജിവെച്ച് കോൺഗ്രസ് ടിക്കറ്റിന് മത്സരിച്ച് വിജയിച്ചത് CPMന് വലിയ ആഘാതം കൂടിയായിരുന്നു. അതുപോലെ തന്നെ 2019 അരൂർ തെരഞ്ഞെടുപ്പിൽ, അതായത് ഉപതെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ നേടിയ വിജയം LDF കോട്ടകൾ തന്നെ തകരാൻ സാധ്യതയുണ്ടെന്നതിന്റെ തെളിവ് കൂടിയാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കിയാൽ ഏത് ചുവപ്പൻ കോട്ടയും അല്ലെങ്കിൽ ഏത് ചെങ്കോട്ടയും തകർക്കാനും തിരിച്ചു പിടിക്കാനും സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. ഇതിനിടയിൽ മുസ്ലിം ലീഗിന്റെ മലപ്പുറത്തെ കോട്ടകൾ ഇത്തവണയും UDFന് വലിയ ആശ്വാസം നൽകുന്നതാണ്. മഞ്ചേശ്വരം മുതൽ മണ്ണാർക്കാട് വരെയുള്ള 14 സീറ്റുകൾ ലീഗിന്റെ അതിശക്തമായ സ്വാധീന മേഖലകൾ കൂടിയാണ്. മഞ്ചേശ്വരം, കാസർഗോഡ്, കൊണ്ടോട്ടി, അതുപോലെ തന്നെ ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, തിരൂര്, കോട്ടക്കൽ, മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ ലീഗ് പുലർത്തുന്ന ആധിപത്യം UDFന്റെ നട്ടെല്ല് കൂടിയാണ്. ഈ സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം തന്നെ കോൺഗ്രസ് തങ്ങളുടെ ഹൈ ഫേവറബിൾ സീറ്റുകളായ ഇരിക്കൂർ, പേരാവൂർ, സുൽത്താൻ ബത്തേരി, വണ്ടൂർ, പാലക്കാട്, ആലുവ, പരവൂർ, എറണാകുളം, തൃക്കാക്കര, കോട്ടയം, പുതുപ്പള്ളി, ഹരിപ്പാട് എന്നിവയും കാത്തു സൂക്ഷിക്കേണ്ടത് കൂടിയുണ്ട്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ വിജയങ്ങൾ പരിശോധിക്കുമ്പോൾ LDFന് 51 സീറ്റുള്ളപ്പോൾ അല്ലെങ്കിൽ 51 സീറ്റുകളുള്ളപ്പോൾ UDFന് കേവലം ലഭിച്ചത് 26 സീറ്റുകൾ മാത്രമാണ് ഉറച്ചതായിട്ടുള്ളത്. ഈ അന്തരമാണ് UDFനെ ഭരണത്തിൽ നിന്നും അകറ്റുന്നതും. 2021 തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ലഭിച്ചപ്പോൾ LDFന് അനുകൂലമായത്
പാൻഡമിക് കാലത്തെ, അതായത് കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളുമാണ്. എന്നാൽ 2026 എത്തുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയും അഴിമതി ആരോപണങ്ങളും ഭരണവിരുദ്ധ വികാരവും സർക്കാരിനെ നല്ല രീതിയിൽ വേട്ടയാടുന്നുമുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മുടങ്ങിയതും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിലെ കാലതാമസവും സാധാരണക്കാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുമുണ്ട്. ഇതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയം നടപ്പിലാക്കിയാൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളും രാഷ്ട്രീയ കേരളം ഗൗരവത്തോടെ കാണുന്നുമുണ്ട്. 2026 അധികാരത്തിൽ വരുന്ന സർക്കാരിന്റെ കാലാവധി വെറും 3 വർഷമായി ചുരുങ്ങാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ രാഷ്ട്രീയ പ്രവർത്തകരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുമുണ്ട്. 2029 രാജ്യം ഒന്നടങ്കം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നതോടെ കേരള നിയമസഭയുടെ കാലാവധി അന്ന് അവസാനിക്കുകയും ചെയ്യും. ഇത്തവണ ആര് ജയിച്ചാലും അവർക്ക് ലഭിക്കുന്നത് കുറഞ്ഞ കാലയളവ് മാത്രമായിരിക്കുമെന്നുള്ള ആശങ്ക സ്ഥാനാർത്ഥികൾക്കും പാർട്ടികൾക്കും ഒരുപോലെ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ ചിന്താഗതികളും അതുപോലെ തന്നെ യുവ വോട്ടർമാരുടെ സാന്നിധ്യവും ഇത്തവണ നിർണായകമാവുകയും ചെയ്യും. ഏകദേശം ലക്ഷക്കണക്കിന് പുതിയ വോട്ടർമാരാണ് ഇത്തവണ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നത്. ഇവർക്ക് രാഷ്ട്രീയ പാർട്ടികളോടുള്ള പരമ്പരാഗതമായ അടിമത്തം കുറവാണ് എന്നുള്ളതും മുന്നണികളെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴുന്നത് LDFനും UDFനും ഒരുപോലെ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. 2020 പോലുള്ള മുന്നണികളും BJP നടത്തുന്ന പ്രവർത്തനങ്ങളുമെല്ലാം അവിടെയും പല മണ്ഡലങ്ങളിലും അത് മത്സരം പ്രവചനാതീതമാക്കുന്നുമുണ്ട്. BJP നിയമം പിടിച്ചെടുത്തും പിന്നീട് തിരിച്ചു പിടിച്ചതും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവുമെല്ലാം വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചനകൾ തന്നെയാണ്. LDFന്റെ ഉറച്ച 51 സീറ്റുകൾ കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ മണ്ഡലങ്ങളിൽ തന്നെ BJP പിടിക്കുന്ന വോട്ടുകൾ ആരെ പിന്തുണയ്ക്കുമെന്നതും പ്രധാനം തന്നെയാണ്. UDFനെ സംബന്ധിച്ച് നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചു പിടിക്കാൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും പ്രിയങ്ക ഗാന്ധിയുടെ വരവും വലിയ ഊർജ്ജം നൽകുന്നുമുണ്ട്. വടക്കൻ കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിലും കോൺഗ്രസ് ഇത്തവണ വലിയ പ്രതീക്ഷകൾ നൽകുന്നുമുണ്ട്. CPMന്റെ താഴെത്തട്ടിലുള്ള സംഘടന സംവിധാനം ഏത് കാറ്റിലും ഉലയാൻ നിൽക്കുന്ന ഒന്നുകൂടിയാണ്. ഓരോ വീടുകളിലും എത്തി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള അവരുടെ ശേഷി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നാം നല്ല രീതിയിൽ കണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ വൻ സന്നാഹമാണ് പാർട്ടി ഒരുക്കിയിട്ടുള്ളത്. പെൻഷൻ വിതരണത്തിലെ തടസ്സങ്ങളും വിലക്കയറ്റവും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിൽ പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിന്റെ സാന്നിധ്യം LDFന് ആത്മവിശ്വാസം നൽകുന്ന കൂടിയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനകീയ പദ്ധതികൾ പ്രഖ്യാപിച്ചും വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും ജനവിധി അനുകൂലമാക്കാൻ അവർക്ക് സാധിക്കുന്നുമുണ്ട്. എന്നാൽ UDF ഇത്തവണ ഐക്യത്തോടെ പോരാടാൻ തീരുമാനിച്ചാൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകുകയുമില്ല. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒരേ മനസ്സോടെ നീങ്ങുന്നതും ഗ്രൂപ്പ് പോരുകൾ ഒരു പരിധിവരെ അവസാനിച്ചതും UDFന്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സൈബർ പോരാട്ടങ്ങളിൽ UDF ഇത്തവണ മുൻതൂക്കം നേടുന്നത് ഇടത് സൈബർ വിങ്ങിനെ വിറപ്പിക്കുന്നുമുണ്ട്. ഓരോ ജില്ലയിലെയും എടുത്താൽ അവിടെയും പോരാട്ടം കടുപ്പം വരുന്നതാണ്. തിരുവനന്തപുരത്ത് BJP നടത്തുന്ന ശക്തമായ മുന്നേറ്റം പല ഇടത് കോട്ടകളെയും അപകടത്തിലാക്കുന്നുണ്ട്. അതിലെടുത്ത് പറയേണ്ടതാണ് നേമം മണ്ഡലം എന്ന് കൂടിയുണ്ട്. ഇവിടെ വലിയ തരത്തിലുള്ള മത്സരമാണ് അവിടെ ഉണ്ടാകുന്നത്. ഇവിടെ വോട്ട് ചോർച്ച ഉണ്ടായാൽ അത് ഗുണം ചെയ്യുക UDFനുമായിരിക്കും. കൊല്ലത്ത് UDFന്റെ ആധിപത്യം അല്ലെങ്കിൽ LDFന്റെ ആധിപത്യം എന്നത് തകർക്കാൻ RSPയും കോൺഗ്രസും പുതിയ തന്ത്രങ്ങളെല്ലാം മെനയുന്നുമുണ്ട്. എറണാകുളത്ത് നഗരമേഖലകളിൽ കോൺഗ്രസ് ശക്തമാണെങ്കിലും തീരദേശ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ട്. തൃശ്ശൂരിലും പാലക്കാട്ടും BJP, LDF, UDF എന്ന ത്രികോണ മത്സരം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരീക്ഷണമായിരിക്കും. ഈ ജില്ലകളിലെ ഓരോ സീറ്റും ഓരോ മുന്നണിക്കും നിർണായകവും തന്നെയാണ്. പ്രത്യേകിച്ചും മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ എങ്ങോട്ട് മറിയുമെന്നുള്ളതും പ്രവചനാതീതം തന്നെയാണ്. സഭാ നേതൃത്വങ്ങളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ബന്ധങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. റബ്ബർ വിലയും കർഷക പ്രശ്നങ്ങളും മധ്യ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാകുന്നുമുണ്ട്. വികസന മുരടിപ്പും അതുപോലെ തന്നെ ക്രമസമാധാന പ്രശ്നങ്ങളും വലിയ ചർച്ചയാകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസ്സ് ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളതും രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിലെ ഒരു അഗ്നിപരീക്ഷ കൂടിയാണ്. LDFന്റെ ആ ഉറച്ച 51 സീറ്റുകളാണ് UDFന്റെ സ്വപ്നങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത്. അതിൽ 24 സീറ്റുകൾ അട്ടിമറിക്കുക എന്നുള്ളതാണ് അതൊരു നിസ്സാര കാര്യവുമല്ല. എന്നാൽ ഓരോ മണ്ഡലങ്ങളിലും ജനകീയരായ സ്ഥാനാർത്ഥികളെ നിർത്തിയും പ്രാദേശിക പ്രശ്നങ്ങൾ ഉയർത്തിയും പോരാടിയാൽ ഭരണമാറ്റം സാധ്യമാണെന്ന് രാഷ്ട്രീയ കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. കേരളം വീണ്ടും ചോക്കുമോ അതോ കൈപ്പത്തി കരുത്ത് കാട്ടുമോ എന്ന് അറിയാൻ ഇനി നാളുകൾ മാത്രമാണല്ലോ, അല്ലെങ്കിൽ ഇനിയുള്ള നാളുകൾ നിർണായകമായി നിൽക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ടെങ്കിലും അത് ബാലറ്റിൽ പ്രതിഫലിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് എത്രത്തോളം കഴിയുമെന്നതിലാണ് കാര്യമുള്ളത്. കേവലം സോഷ്യൽ മീഡിയ പോരാട്ടങ്ങൾക്കെല്ലാം അപ്പുറം താഴെത്തട്ടിലെ ഓരോ വോട്ടർമാരെയും സ്വാധീനിക്കാൻ ആര് മുന്നിലെത്തുവോ അവർക്കായിരിക്കും 2024 സിംഹാസനം കാത്തിരിക്കുന്നത്. കേരളത്തിലെ മാറുന്ന ജാതി മത സമവാക്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയും ചെയ്യും. വിവിധ സാമുദായിക സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാടുകൾ വിജയപരാജയങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്നത് കൂടിയാണ്. ഇതിനെല്ലാം പുറമെ ആഗോള സാമ്പത്തിക സ്ഥിതിയും പ്രവാസികളുടെ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ കടന്നു വരികയും ചെയ്യും. ആര് ഭരിച്ചാലും കേരളത്തിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും മുൻനിർത്തിയുള്ള ഒരു ഭരണമാണ് വോട്ടർമാർ ആഗ്രഹിക്കുന്നതും. 2026 പോരാട്ടം കേവലം വോട്ടുകളുടെ എണ്ണമല്ല, മറിച്ച് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള കൃത്യമായ നിലപാടുകളുടെ മാറ്റുരയ്ക്കൽ കൂടിയായിരിക്കും. വടക്കേ മലബാറിലെ വിപ്ലവ മണ്ണും തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയും ഒരുപോലെ ഈ പോരാട്ടത്തിന്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ വിധി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നാകുമോ എന്നതാണ് രാഷ്ട്രീയ ലോകമെല്ലാം
ചർച്ച ചെയ്യുന്നതും. LDFിന്റെ ഉറച്ച 51 സീറ്റുകളിൽ 24 പിടിച്ചെടുത്ത് UDF അധികാരം തിരിച്ചു പിടിക്കുമോ, അതോ ഇനി എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ചുകൊണ്ട് ഇടതുപക്ഷം വീണ്ടും ചരിത്രം കുറിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്.